സംസ്ഥാനത്ത് ഇനി വറുതിയുടെ കാലം. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 52 ദിവസം നീണ്ടു നിൽക്കുന്ന നിരോധനം ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് ഉണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ട അന്യസംസ്ഥാന ബോട്ടുകൾ ഉടൻ കേരള തീരം വിടണമെന്ന് നിർദ്ദേശം. മീൻ വിഭവങ്ങൾക്ക് ഇനി വലിയ വില നൽകേണ്ടി വരും. ഇനി വറുത്തും പൊരിച്ചും കറിവെച്ചും മീൻ കഴിക്കാമെന്ന് വിചാരിക്കേണ്ട. കുറച്ച് പാടായിരിക്കും. കാരണം തീരദേശങ്ങൾ ഇനി വറുതിയുടെ നാളുകളാണ്. മത്സ്യത്തൊഴിലാളികൾക്കും കടലിനെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കും വറുതിയുടെ ദിനങ്ങൾ സമ്മാനിച്ച് ട്രോളിംഗ് നിരോധനത്തിന് തുടക്കമാകുന്നു. ജൂൺ 9 മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിക്കും. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനമുള്ളത്. അതായത് 52 ദിവസം. നിരോധനം കർശനമായി നടപ്പാക്കുന്നതിന് തീരദേശ ജില്ലകളിൽ പ്രത്യേക കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത നിർദ്ദേശവും അധികൃതർ നൽകിക്കഴിഞ്ഞു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾ ജൂൺ 9 മുമ്പ് തന്നെ കേരള തീരം വിടണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് കടലിലെ മത്സ്യങ്ങളുടെ പ്രജനന സമയത്താണ്. യന്ത്രവൽകൃത മത്സ്യബന്ധനം നടത്തിയാൽ മുട്ടയിടാറായ മത്സ്യങ്ങൾ വ്യാപകമായി വലയിലാവുകയും മത്സ്യക്കുഞ്ഞുങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. ഇതുകൊണ്ടാണ് എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തുന്നത്. എന്നാൽ ട്രോളിംഗ് നിരോധനത്തിൽ നിന്ന് പരമ്പരാഗത മോട്ടോർ ഘടിപ്പിച്ചിട്ടില്ലാത്ത മത്സ്യബന്ധന ബോട്ടുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ മെയ് 15 മുതൽ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് ബോട്ടുകൾ കടലിലിറങ്ങുമ്പോൾ കടലമ്മ കനിയുമെന്നാണ് ഓരോ ബോട്ട് തൊഴിലാളികളുടെയും പ്രതീക്ഷ. ശക്തമായ മഴ വന്ന് കടലിളക്കി അടിഭാഗത്തെ ചെളിമണ്ണ് കടലിന്റെ ഉപരിതലത്തിലെത്തിയാൽ അയല, ചെമ്മീൻ തുടങ്ങിയ മത്സ്യങ്ങളും മറ്റു ചെറുമത്സ്യങ്ങളും കടലിന്റെ മുകളിലേക്കെത്തും. ഈ ചാകരക്കോളും പ്രതീക്ഷിച്ചാണ് വെള്ളത്തിൽ പോകുന്ന ഓരോ തൊഴിലാളികളും ഈ 52 ദിവസം കഴിഞ്ഞുകൂടുന്നത്. അതേസമയം നിരോധന കാലയളവിൽ റേഷൻ മുടക്കമില്ലാതെ ലഭ്യമാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.